ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനും വേണ്ടി പറ്റും. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്കിത് സാൻഡ്വിച്ചൊക്കെ ആക്കിയിട്ട് ബ്രെഡിലൊക്കെ ആക്കി കൊടുത്താൽ കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അത്രയും നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് ഇഷ്ടപ്പെടുക കേട്ടോ. മക്കളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. ഇതെന്ത് കറിയാണെന്നുള്ളത് ഞാനിപ്പം പറയണില്ല. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും ഇതെന്തായിരിക്കും എന്നുള്ള. സൂപ്പർ കറിയാണ്. നിങ്ങൾ വിചാരിക്കാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ എൻ്റെ വീടൊന്ന് മാറുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട് പഴയ വീട് പുതിയ വീട്ടിലേക്ക് താമസം മാറി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് ട്ടോ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു ഇത് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 മുട്ട എടുത്തിട്ടുണ്ട്. 8 മുട്ട എടുത്തിട്ടുണ്ട് ട്ടോ. അതിൽ 7 ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതാ നല്ലോണം പുഴുങ്ങി വെച്ചതാണ്. അതിൽ ആ പിങ്ക് കളർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സോൾട്ടും കൂടി ഇട്ടതാണ് കേട്ടോ. ഹിമാലയൻ സോൾട്ട് ഇട്ടതാണ്. അപ്പം അതിട്ടൊന്ന് പുഴുങ്ങി വെച്ചതിന് ശേഷം ഞാനിതൊന്ന് തോലൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സോൾട്ടിൻ്റെ കളർ കണ്ടിട്ട് ഒരുപാട് എനിക്ക് കമൻറ്റ്സ് വരലുണ്ട് ഇതെന്താ പിങ്ക് കളർ എന്നുള്ളത്. ഞാനെപ്പോഴും പറയലുണ്ട് ഹിമാലയൻ സോൾട്ട് എന്ന് പറഞ്ഞാൽ സോൾട്ടാണ് അത് എന്നുള്ളത് കേട്ടോ. അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ ആ മുട്ട മുഴുവനും ഞാൻ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പാത്രം എടുത്ത് വെക്കുക. കാരണം ഈ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഇതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും മഞ്ഞ ഉള്ളെന്ന് കളഞ്ഞിട്ട് കളയല്ല, അത് നമുക്ക് ആവശ്യമുണ്ട്. രണ്ടും രണ്ട് പാത്രത്തിലാക്കി വെക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇനി മൊത്തത്തിലുള്ള മുട്ടയും ഞാൻ വെള്ളയും മഞ്ഞയും ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇതാ മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, 7 മുട്ടയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടി എടുത്തത്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇനിയിപ്പോൾ ഈ വെള്ളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ റഫായിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി. അതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ആ വെള്ളം മുഴുവനും ഞാനിങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതാണിത് ചെറിയ ചെറിയ പീസായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റ്, ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ഇട്ടത്. ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയ ഗരം മസാല ആണ്, അതും ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, കുറച്ച് മതി കേട്ടോ. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. 3 ടേബിൾ സ്പൂൺ, 7 മുട്ടയാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടൻ്റെ വെള്ളയും കൂടെ ഒഴിച്ച് കൊടുക്കണം. വെള്ളം മാത്രം മതി, മഞ്ഞ വേണ്ട കേട്ടോ. വെള്ളം മാത്രം. ഒരു മുട്ടൻ്റെ വെള്ളയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കിന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ബോൾ പോലെ ഉരുട്ടിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഇനിയും കൂട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒരു കോട്ടിങ് ഇതിൻ്റെ മേലെ വരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ബോൾ പോലെയൊക്കെ ആക്കിയിട്ട് പൊരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോൺഫ്ലവറിൻ്റെ അളവും അതുപോലെ തന്നെ മുട്ടൻ്റെ വെള്ളൻ്റെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ. ഈ ലൊയിച്ച മുട്ട വെള്ളൻ്റെ അളവ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചാൽ ബോൾ പോലെ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു മുട്ടവെള്ളയും അതേപോലെ തന്നെ കോൺഫ്ലോറും കൂട്ടി കൊടുത്താൽ മതി. ഞാൻ ബോളാക്കിയിട്ടല്ല പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്താ ബോളാക്കാത്തതെന്ന് വെച്ചാൽ, ബോൾ പോലെ ആക്കിയെടുത്താൽ കുറച്ചും കൂടെ ഭംഗിയൊക്കെയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ബോളാക്കുമ്പോൾ ഒരുപാട് എണ്ണ വേണം. എണ്ണയിൽ മുങ്ങിപ്പൊരിയണം ബോളാകുമ്പോൾ. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ പരത്തി വെച്ചിട്ട് പൊരിച്ചെടുത്താൽ കാണാനും ഭംഗിക്കുറവൊന്നും ഉണ്ടാവില്ല. എന്നാലും പ്രശ്നമൊന്നുമില്ല. ഈ എണ്ണ നമുക്ക് മുഴുവനായിട്ട് യൂസ് ചെയ്യാനും പറ്റും. മറ്റേത് നമ്മൾ മുങ്ങിപ്പൊരിക്കുന്ന രീതിയിൽ ബോളാക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ ഉപയോഗിച്ച് പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഓയിൽ വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കോരിയിടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ അത് പൊരിക്കുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നത്. എന്നാലും അത് ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മളിത് കറിയിലിട്ടിട്ട് സെപ്പറേറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലൊന്ന് കോൺഫ്ലവർ കൊടുത്തിട്ടൊരു കോട്ടിങ് കൊടുത്തത്. ആ കോട്ടിങ് ഇമേൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടൻ്റെ വെള്ളയും കൂടെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ മുട്ടൻ്റെ വെള്ള ഇത് പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ നേരം എണ്ണ കിടന്നത് പൊരിക്കാൻ നിന്നാൽ തിന്നുന്ന സമയത്ത് നമ്മളിതൊരു പ്ലാസ്റ്റിക് കടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, മുട്ടവെള്ള പുഴുങ്ങിയ മുട്ടവെള്ള എണ്ണയിലിട്ടിട്ട് ഒരുപാട് നേരം പൊരിച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക് കടിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഒരു കഴിക്കുന്ന സമയത്തൊരു സുഖം ഉണ്ടാവില്ല, അങ്ങനെ റബ്ബർ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ സമയം മതി, ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് എണ്ണയിലിട്ടാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തിന്നുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിൽ തന്നെ തിന്നാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുട്ടൻ്റെ വെള്ളം ഉണ്ടാവും.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഞാനിത് കോരി മാറ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി. അപ്പോൾ വല്ലാണ്ട് എണ്ണയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് ഹാർഡായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി അടുത്ത ട്രിപ്പും 2 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അടുത്ത ട്രിപ്പും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മളടുത്തുള്ളത് മുഴുവനും തീരുന്നവരെ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ മുഴുവൻ ഞാനിവിടെ മുട്ടൻ്റെ വെള്ള പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിലധികം എണ്ണയൊന്നുമില്ല. നമ്മൾ ഒഴിച്ചാൽ 3 ടേബിൾ സ്പൂൺ അല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര തന്നെ ഇതിലുള്ളൂ. അപ്പോൾ ഞാനത് എടുക്കണമൊന്നുമില്ല, അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വലിയ ഉള്ളി ഞാൻ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞ് വെച്ചതാണിത്. നല്ല പൊടിയായിട്ട് അരിയണേ. അപ്പോൾ 2 സൈസ് മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് കളറ് മാറിയതിന് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചോയ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി ഞാൻ ഇതേപോലെ തന്നെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ അരിഞ്ഞ പോലെ ആവും. വല്ലാണ്ട് പേസ്റ്റ് ആയിപ്പോണ്ട, ഇങ്ങനെ ഈ ഒരു പാകത്തിൽ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതാവും നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ തക്കാളിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലുള്ള എല്ലാ വെള്ളവും വറ്റി വരണം. അപ്പോൾ അത് വറ്റുന്ന നേരം കൊണ്ട് നമുക്കിവിടെ മുട്ടൻ്റെ മഞ്ഞ മാറ്റി വെച്ചതുണ്ടല്ലോ, അതൊന്ന് ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. തീരെ കട്ടില്ലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ. പിന്നെ മയോണൈസ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കയിൽ ഗാർലിക്കുള്ള മയോണൈസ് ചേർക്കരുത്, പ്ലെയിൻ മയോണൈസാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മയോണൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസ്റ്റേർഡ് സോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അതൊരു 3/4 ടീസ്പൂൺ കേട്ടോ. ടീസ്പൂൺ അല്ല, 3/4 ടേബിൾ സ്പൂൺ. ഇതാ കണ്ടില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് വേണം അടിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് മിക്സായി കിട്ടും, നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ മിക്സിയിൽ ഇടാനുള്ള മടിയോണ്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളെ തക്കാളിയിലെ വെള്ളം മുഴുവൻ വറ്റി നല്ല പാകത്തിലായി വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകളാണ് ഒഴിക്കേണ്ടത്. ആദ്യം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കെച്ചപ്പാണ്. ഒരു 3 ടീസ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് സോയാ സോസാണ്. എല്ലാം സെയിം അളവ് തന്നെ 3 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ചില്ലി സോസാണ് കേട്ടോ. ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇത് ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, ചെറിയൊരു എരിവും വരും, പിന്നെ നല്ല കളറും കിട്ടും. ചില്ലി സോസ് ചേർക്കുമ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് ഈ സോസുകൾ മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഒന്ന് എണ്ണയൊക്കെ തെളിയുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഒരു കളർ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ വേറെ കളറൊന്നും ചേർക്കേണ്ട. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ലോണം വാട്ടണം കേട്ടോ, എന്നാലേ ആ ഒരു റോ ടേസ്റ്റ് മാറുള്ളൂ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട് കേട്ടോ, ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം സോസുകളൊക്കെ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. സോസിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ലേശം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഉപ്പൊക്കെ റെഡിയാണ് കേട്ടോ. ഇത് വേണ്ടില്ല, നല്ലൊരു സോസ് പോലെ ആയി വന്നാണ്. ഇനി ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, നമുക്ക് റെഡിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പില ചെറുതാക്കി മുറിച്ച് വെച്ചാണ്. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അത് രണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചാണ് ലാസ്റ്റ് ഒന്ന് ഫിനിഷിങ്ങിൽ നമുക്കൊന്ന് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ചാണ്. ബാക്കി ഫുള്ളും ഇതിലിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി എത്ര ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ, അത് കണ്ടില്ലേ. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 1 മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കട്ടിയിൽ എന്താ പറയുക നല്ല കലക്കി വെച്ചതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ എടുത്തത്, 1 ടേബിൾ സ്പൂൺ വെള്ളവും അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവറിന് നല്ല ചോയ ഉണ്ടാവും, പച്ച ചോയ ഉണ്ടാവും. അത് നന്നായിട്ട് വാടി വരണം കേട്ടോ. 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഈ സെയിം കപ്പ് തന്നെ ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പാണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചപ്പോൾ ഒന്നും കൂടെ കുറുക്കിയല്ലോ, അപ്പോൾ 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്.
അപ്പോൾ അത് 2 മിനിറ്റോളം ഇതിങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ചച്ചോയൊക്കെ നന്നായിട്ട് മാറി വരണം. ഈ സമയത്ത് ഒന്നും കൂടെ നോക്കുക എല്ലാം റെഡി അല്ലേ എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ് പിന്നെ പഞ്ചസാരൻ്റെ കുറവുണ്ട്. ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ സോസുകളൊക്കെ ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു പുളിപ്പായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ചേർക്കൽ നിർബന്ധമാണ് കേട്ടോ. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചേർക്കണ്ട. ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എത്ര വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനാണ് ആദ്യം നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതാ നല്ല അടിപൊളി നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ കട്ടായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബോൾ പോലെ പൊരിച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാലും അതൊന്ന് ഉടച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ബോളായിട്ട് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വെച്ചിട്ട് അതിൽ പൊരിച്ചിട്ട് കോരിയാൽ മതി. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കറി ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കറിയായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡിലോ ഒക്കെ വെച്ചിട്ട് നല്ല സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. നമ്മളിവിടെ ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. ചപ്പാത്തിക്കാണ് ഇത് കൂട്ടിയത്. പക്ഷേ കുട്ടികൾ പറഞ്ഞു ഇത് ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ബ്രെഡിൻ്റെ കൂടെ നമുക്ക് സാൻഡ്വിച്ചായിട്ട് ഇടയിൽ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാനത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. കാണുന്ന ഈ ഒരു ഭംഗി പോലെ തന്നെയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുക. കാരണം ഇതൊരു സ്പൈസി ഒന്നല്ല. ഈ കളർ എന്ന് പറയുന്നത് സോസുകളുടെ കളർ മാത്രമാണ്. അല്ലാണ്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ഇല്ലില്ല. അതുകൊണ്ട് സ്പൈസി അല്ല. ഒരു എന്താ പറയുക, നമുക്ക് സാൻഡ്വിച്ചിനൊക്കെ പറ്റുന്ന പോലത്തെ അധികം എരിവൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് കണ്ടില്ല, ഞാനിത് മുഴുവനായിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടൻ്റെ മഞ്ഞ കൊണ്ട് ഉണ്ടാക്കി വെച്ച് കൊടുത്ത സോസ് ഉണ്ടല്ലോ, അത് ഞാൻ ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്, പൈപ്പിങ്ങിൻ്റെ കേട്ടോ. അതിൽ ഞാൻ ഫ്ലവറിൻ്റെ ഒരു നോസിലും കൂടെ വെച്ച് കൊടുത്തതാണ്. ഇതൊക്കെ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ സ്പൂൺ കൊണ്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഫ്ലവർ പോലെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ മുട്ടൻ്റെ മഞ്ഞ വേസ്റ്റ് ആവുകയില്ല, എന്നാൽ നല്ല ടേസ്റ്റ് തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നിങ്ങനെ ഒരു ഫ്ലവർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സ്പൂണ് കറി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഓരോ സ്പൂണ് ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ മയോണൈസൊക്കെ പുരട്ടുന്നതിന് പകരം ബ്രെഡിൽ ആദ്യം തന്നെ ഈ മുട്ടൻ്റെ മഞ്ഞൻ്റെ സോസ് ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നിൽക്കാൻ ആർക്കും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും.